താനെന്ന ഭാവം കയറി ഭ്രാന്തായപ്പോ ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാൻമണി ദാസ്. ലോകത്തെ ഏറ്റവും വലിയ പണക്കാരി, ഇന്ത്യയിലെ ഏറ്റവും നല്ല കുടുംബം, ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം തനിക്കാണോ ഉള്ളത് എന്ന് വിചാരിക്കുന്ന ഒരു നാർസിസിസ്റ്റ്. വേറെ എല്ലാവരും ജാൻമണിയുടെ കണ്ണില് ഉറുമ്പുകളെക്കാൾ ചെറുതാണ്. ഇപ്പൊ ലൈവില് ജാൻമണി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നോറ 100 അല്ല 1000 ജന്മം തപസ്സിരുന്നാലും ജാൻമണി ദാസ് ആവാൻ പറ്റില്ല. അതിനുള്ള കഴിവ് നോറയ്ക്കില്ല, അതിനുള്ള പ്രാപ്തി നോറയ്ക്കില്ല. എനിക്കുള്ള പണവും എനിക്ക് കിട്ടുന്ന അംഗീകാരവും എല്ലാം നോറയ്ക്ക് സ്വപ്നം മാത്രം. ഇത്രയും കാര്യങ്ങൾ ജാൻമണി പറഞ്ഞതാണ് ലൈവ് കണ്ടവർക്കറിയാം. ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത തരം സ്വയം പൊങ്ങിത്തരവും അഹങ്കാരവുമാണ് ജാൻമണിയെ പിടികൂടിയിരിക്കുന്നത്. ജാൻമണിക്ക് കഴിവുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇവിടം വരെ ലൈഫിൽ എത്തി നിൽക്കുന്നത്. അതിനെ നമ്മൾ ഒട്ടും ചെറുതാക്കുന്നില്ല. പക്ഷെ വേറൊള്ള ആളുടെ കഴിവിനെ അളക്കാൻ ഇവരാരാണ്? നോറ 100 ജന്മം തപസ്സിരുന്നാലും ജാൻമണിയുടെ രീതിയിലുള്ള ഗ്രോത്ത് സംഭവിക്കില്ല എന്ന് ജാൻമണിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൊട പിടിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതിന്റെ ഒരു മാരക വേർഷനാണ് ജാൻമണി ദാസ്. എല്ലാവരും പല ഫീൽഡുകളിൽ പല നീഷുകളിൽ തെളിയിച്ചിട്ട് തന്നെയാണ് ജാൻമണി അതിനകത്തേക്ക് കയറിയത്, ജാൻമണി ഉൾപ്പെടെ. അതുകൊണ്ട് ആരെയും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്, ആരെയും കുറച്ച് കാണരുത്. ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരാളെ വളർത്താനും തളർത്താനും ദൈവത്തിന് സാധിക്കും. കേട്ടിട്ടില്ലേ, മാളിക മുകളിലിരുന്ന മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അത് ജാൻമണിക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. താനെന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ച നാർസിസ്റ്റുകളൊന്നും എല്ലാ കാലത്തും കൊമ്പത്തിരുന്നിട്ടൊന്നുമില്ല. അവര് കൂപ്പ കുത്തി താഴെ വീണിട്ടുള്ളതാണ് ചരിത്രം. ഇപ്പൊ ജാൻമണി ഈ പറഞ്ഞ വെറുപ്പിക്കൽ ഉളവാക്കുന്ന ഈ സ്വയം പൊങ്ങിത്തരവും അഹങ്കാരവും കേട്ടപ്പോ മിണ്ടാതിരിക്കാൻ തോന്നിയില്ല. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും